ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോയിൽ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷകളും ആ ഒരു സന്തോഷമൊക്കെ ഭയങ്കര വേസ്റ്റ് ആക്കി കളയുന്ന ഒരു തരത്തിലുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ ഋതു സേതുവിനോട് പറയുന്നുണ്ട്, എന്റെക്ക് ഇപ്പോഴും ഉള്ളിൽ ദേഷ്യം തന്നെയാണ് നിങ്ങളോട്. വെറുതെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ഋതു തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാതിക്കാട്ടോ സന്തോഷമാകുന്നത്. സ്വാതി ഇത്രയും ദിവസം ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പൊ ഋതു ഇത് പറയുമ്പോൾ ഭയങ്കര ഒരു കടുത്ത ദേഷ്യം ഋതുവിന്റെ മുഖത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിൽ എന്നും ഇന്നും എപ്പോഴും നിങ്ങളോടുള്ള ഒരു പക മാത്രമായിരിക്കുന്നു നമ്മുടെ ഋതു ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ഛനും ആകെ സങ്കടമാവും കേട്ടോ. അതിനുശേഷം നമ്മുടെ പല്ലവിയുടെ അമ്മ നമ്മുടെ ഇന്ദ്രന്റെ അമ്മയെ കാണാൻ വേണ്ടി ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നൊരു ദൃശ്യങ്ങളാട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് ഭയങ്കര ഒച്ചത്തിലൊക്കെ വിളിക്കുന്നുണ്ട്, രാജലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്. അതിനുശേഷം രാജലക്ഷ്മി ഇങ്ങനെ ഇറങ്ങി ഇന്ദ്രന്റെ അമ്മ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവരോട് പറയുന്നുണ്ട്, എൻ്റെ മൂത്ത മോളുടെ ജീവിതം നശിപ്പിച്ചത് പോരെ, ഇപ്പോൾ അത് പോരാഞ്ഞിട്ടാണോ രണ്ടാമത്തെ മകനെ വിട്ട് എൻ്റെ ഇളയ മകളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരോട് കുറെ ഡയലോഗൊക്കെ അടിച്ച് ഇവരിങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ അമ്മേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പല്ലവിയുടെ അമ്മയെ വിളിക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ദ്രൻ എന്തിനാകും അമ്മയെ എന്ന് വിളിച്ചിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ അമ്മയെ എന്ത് പറയാനായിരിക്കും, അല്ല ഇനി അനിയന്റെ സൈഡ് പറയാനായിരിക്കുമോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ വക്കാലത്തായിട്ടായിരിക്കുമോ നമ്മുടെ പല്ലവിയെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ദ്രന്റെ വശത്താക്കുക എന്നതാണല്ലോ നമ്മുടെ ഇന്ദ്രന്റെ ലക്ഷ്യം. അപ്പൊ ഇനി എന്താകും നമ്മുടെ ഇന്ദ്രന്റെ പുതിയ വഴി എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഋതുവിന്റെ ആ കലിപ്പ് അതൊരു വല്ലാത്തൊരു ഇത് തന്നെ ആയിപ്പോയില്ലേ. നമ്മളൊക്കെ കുറച്ചൊരു ആ ഒരു രംഗങ്ങൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പൂർണിമാമയും വളരെയേറെ സന്തോഷവതിയാണിപ്പോൾ. അപ്പോൾ അത് വെറും അഭിനയമായിരുന്നു എന്ന് അറിയുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.